ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിർമ്മാണത്തിലിരുന്ന കുത്താമ്പുള്ളി കുണ്ടാഴി പാലത്തിന്റെ ഡ്രെയിനേജ് സ്ലാബുകൾ തകർന്നു. കോൺക്രീറ്റ് സ്ലാബുകൾക്കുള്ളിൽ കമ്പികളില്ല. നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയെന്ന് BJP. കുന്നംകുളം തൃശൂർ റോഡിൽ നടപ്പാത കയ്യേറിയ നിലയിൽ, പരാതിപ്പെട്ടിട്ടും നഗരസഭാ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. ചെറുതുരുത്തി മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. നായ്ക്കളുടെ ആക്രമണത്തിൽ ഇരുചക്രവാഹന യാത്രികർ അകപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. മണലൂർ പാലാടിയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം തുറന്നെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല. കുടിവെള്ളം പോലും ലഭ്യമല്ലെന്ന് പരാതി. കരുവന്നൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ CPM-ന് സമ്പൂർണ്ണ ജയം. ഭരണസമിതിയിലേക്കുള്ള 13 സീറ്റുകളിലും വിജയിച്ചത് CPM പ്രതിനിധികൾ. വേട്ടയാടലുകൾക്കും നുണപ്രചരണത്തിനുമെതിരെ സഹകാരികൾ നൽകിയ ചുട്ട മറുപടിയാണ് വിജയമെന്ന് CPM. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തിരുവില്ലാമല കൊണ്ടാഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുത്താമ്പുള്ളി കുണ്ടാഴി പാലം ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഡ്രെയിനേജിന്റെ സ്ലാബ് തകർന്ന നിലയിൽ. അശാസ്ത്രീയ നിർമ്മാണമാണ് തകരാൻ കാരണമെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. 34.5 കോടി മുടക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ ദിവസം മഴ പെയ്ത വെള്ളം ഡ്രെയിനേജ് വഴി ഒഴുകിപ്പോയപ്പോഴേക്കും സ്ലാബുകൾ തകർന്നു വീഴുകയായിരുന്നു. മറിഞ്ഞു വീണ സ്ലാബുകളിൽ ഒന്നിലും കോൺക്രീറ്റ് കമ്പികൾ ഉണ്ടായിരുന്നില്ല. കുത്താമ്പുള്ളി കുണ്ടാഴി പാലത്തിന്റെ നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതി നടന്നതായി BJP തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. തകർന്നു വീണ 10ഓളം സ്ലാബുകളിൽ ഒന്നിലും ഇരുമ്പ് കമ്പികൾ ഇല്ലെന്ന് നേരിട്ടുള്ള പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. നിർമ്മാണത്തിൽ അപാകത ഉണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും BJP ജില്ലാ വൈസ് പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ്, പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് എന്നിവർ ആവശ്യപ്പെട്ടു. കുന്നംകുളം തൃശൂർ റോഡിൽ നടപ്പാത കയ്യേറിയ നിലയിൽ. വഴിയോര തട്ടുകടകളാണ് കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. നടപ്പാതയുടെ വലിയൊരു ഭാഗം കയ്യേറി സ്ഥാപിച്ച തട്ടുകടയുടെ കസേരകളും മേശകളും യാത്രക്കാരുടെ സ്വതന്ത്ര സഞ്ചാരത്തിന് തടസ്സമാകുന്ന നിലയിലാണ്. ഇതിന്റെ ഫലമായി കാൽനട യാത്രക്കാർ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട സാഹചര്യമുണ്ടാവുകയും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പരാതിപ്പെട്ടിട്ടും നഗരസഭാ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ചെറുതുരുത്തി മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം 2 വയസ്സുള്ള കുഞ്ഞിനടക്കം 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി താഴപ്ര സ്വദേശികളായ സൽമാൻ, ചങ്ങണിക്കുന്നത്ത് അൽതാഫ്, അസീസ്, പടിഞ്ഞാറൻകുന്നത്ത് ഐഷ, 2 വയസ്സുള്ള റയാൻ എന്നിവർക്കാണ് കടിയേറ്റത്. 4 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പുതുശ്ശേരി മേഖലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. വള്ളത്തോൾ നഗർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളുടെ പുറകിലൂടെ നായ്ക്കൾ ഓടുന്ന അവസ്ഥയും നിത്യസംഭവമാണ്. മണലൂർ പാലാടിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം തുറന്നു കൊടുത്തുവെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ ജീവനക്കാരും നാട്ടുകാരും. 1971 സ്ഥാപിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ മേൽക്കൂര തകർന്നതിനെ തുടർന്ന് 2022 ആരോഗ്യ കേന്ദ്രം അടച്ചിരുന്നു. ഇതോടെ പ്രദേശവാസികൾ 3 കിലോമീറ്റർ അകലെയുള്ള സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയാണ് ചികിത്സ തേടിയിരുന്നത്. തുടർന്ന് പുതിയ കെട്ടിടത്തിനായി മുരളി പെരുന്നെല്ലി MLA-യുടെ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിയിൽ നിന്ന് ട്രസ് വർക്കിനായി 7 ലക്ഷം രൂപയും അനുവദിച്ചു. എന്നാൽ ശോച്യാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനായുള്ള ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശം വൈകിയതോടെ നിർമ്മാണം വീണ്ടും നീണ്ടുപോയി. പിന്നീട് 2024 കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതോടെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച പണവും തീർന്നു. പിന്നീട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് വൈദ്യുതീകരണം പോലും പൂർത്തിയാക്കിയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി ഉദ്ഘാടനവും നടത്തി. എന്നാൽ കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും അയൽ വീട്ടുകാരെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ എത്തുന്നവർക്കുള്ളതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK പ്രകാശൻ പറഞ്ഞു. ഇവിടുത്തെ പ്രാഥമികമായുള്ള ഒരു ആരോഗ്യ കേന്ദ്രം വളരെ കാലങ്ങളായി അനാസ്ഥയുടെ വക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരോ ഡോക്ടർമാരോ എത്തുന്നില്ല. ഇവിടെ
ശുദ്ധമായ ജലമുള്ള ഒരു കിണറുണ്ടായിരുന്നു. അതിങ്ങനെ ഉപയോഗശൂന്യമായി വളരെ അനാസ്ഥയായി കിടക്കുകയാണ്. ഈ കെട്ടിടത്തിൻ്റെ പണിയും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒരു തല്ലിക്കൂട്ടി തിരക്ക് പിടിച്ച് ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. പക്ഷേ അത് ജനങ്ങൾക്ക് അതിൻ്റെ ഗുണത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രയും വേഗം ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാനുള്ളൊരു നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. TCV തൃപ്രയാർ. കരുവന്നൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ CPM-ന് സമ്പൂർണ്ണ ജയം. ഭരണസമിതിയിൽ 13 അംഗങ്ങളും CPM പ്രതിനിധികളാണ്. 10 വർഷത്തിന് ശേഷമാണ് ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. BJP-യും CPM-ഉം തമ്മിലായിരുന്നു മത്സരം. 7000-ഓളം വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. 13 അംഗ ഭരണസമിതിയിൽ 2 അംഗങ്ങൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 3033 വോട്ടുകളാണ് പോൾ ചെയ്തത്. 1733 പാനൽ വോട്ടുകൾ LDF-ന് ലഭിച്ചു. വേട്ടയാടലുകൾക്കും നുണപ്രചരണത്തിനും കരുവന്നൂരിലെ സഹകാരികൾ നൽകിയ ചുട്ട മറുപടിയാണ് തെരഞ്ഞെടുപ്പിലെ LDF-ന്റെ വിജയമെന്ന് CPM ജില്ലാ സെക്രട്ടറി KB അബ്ദുൽ ഖാദർ പറഞ്ഞു. സംസ്ഥാനതലത്തിൽ കോൺഗ്രസും BJP-യും കരുവന്നൂർ പ്രശ്നം ഉയർത്തിയ വലിയ ദുഷ്പ്രചരണം നടത്തുകയുണ്ടായി. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED CPM-നെതിരെ കള്ളക്കേസ് ചമയ്ക്കുകയും പാർട്ടി അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കരുവന്നൂർ ബാങ്കിനെ സാധാരണ നിലയിൽ കൊണ്ടുവരാൻ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ശക്തമായ ഇടപെടലാണ് നടത്തിയതെന്ന് അബ്ദുൽ ഖാദർ പ്രസ്താവനയിൽ പറഞ്ഞു. 169.77 കോടി രൂപയുടെ നിക്ഷേപം ഇതിനകം സഹകാരികൾക്ക് തിരിച്ചു നൽകി. 152.55 കോടി രൂപയുടെ വായ്പ പിരിച്ചെടുക്കുന്നതിനും ബാങ്ക് കമ്മിറ്റിക്ക് കഴിഞ്ഞതായി അബ്ദുൽ ഖാദർ പറഞ്ഞു. ഗുരുവായൂർ കപ്പിയൂർ ചിറക്കൽ ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. തൊഴിയൂർ താഴിശ്ശേരി സ്വദേശി താഴിശ്ശേരി വീട്ടിൽ 52 വയസ്സുള്ള ഗിരീഷാണ് മരിച്ചത്. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ബൈക്കിൽ വന്ന തൊഴിയൂർ സ്വദേശി കോടത്തൂർ അശ്വന്തുമായാണ് തർക്കമുണ്ടായത്. സംഭവത്തിന് ശേഷം അശ്വന്ത് ഗിരീഷിന്റെ വീട്ടിലെത്തി പുറത്തേക്ക് വിളിച്ചിറക്കി വെട്ടുകത്തികൊണ്ട് വെട്ടുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അശ്വന്തിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്കും സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനോടും അതിനോട് ചേർന്നുള്ള തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി പുതിയ ന്യൂനമർദ്ദത്തിൽ ലയിച്ചു. ഇതിന്റെ സ്വാധീന ഫലമായി ഈ മാസം 25-ാം തീയതി വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമുണ്ട്. അപ്രതീക്ഷിത മഴയിൽ മാള മേഖലയിൽ കൃഷിനാശം. കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലെ നെല്ലും വൈക്കോലും കനത്ത വേനൽ മഴയിൽ വെള്ളത്തിലായി. അന്നമനട പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ 80 ടണ്ണിലധികം നെല്ലാണ് വെള്ളത്തിലായത്. ദിവസങ്ങൾക്ക് മുൻപ് കൊയ്ത്തു കഴിഞ്ഞ് നെല്ലെടുക്കാൻ സിവിൽ സപ്ലൈസിനെ കാത്തിരിക്കുന്നതിനിടയിലാണ് എല്ലാം വെള്ളത്തിലായത്. ഇനി നനഞ്ഞ നെല്ല് വീണ്ടും ഉണക്കി മാത്രമേ മില്ലുകാർക്ക് കൊടുക്കാനാകൂ. ഇല്ലെങ്കിൽ തൂക്കത്തിൽ കിഴിവ് നൽകിയായിരിക്കും മില്ലുകാർ നെല്ലെടുക്കുക. വെള്ളത്തിലായ നെല്ല് കർഷകർ തൊഴിലാളികളെ കൊണ്ടുവന്ന് ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റി. ഇതിനായി വലിയ തുകയാണ് കർഷകർക്ക് ചെലവഴിക്കേണ്ടി വന്നത്. ഇന്ന് റോട്ടിൽ കയറ്റണം വിചാരിച്ച് നിന്നപ്പോഴേക്കാണ് ഇന്നലത്തെ മഴയത്താണ് ഇതുമാതിരി വെള്ളം നടന്ന് കെട്ടിയ വൈക്കോലും അതോടൊപ്പം തന്നെ നെല്ലും ഇങ്ങനെ വെള്ളത്തിലായത്. കൊയ്യാനാണെങ്കിൽ കുറച്ച് കിടക്കാണ്. അവിടെ ഒരു 3-5 ഏക്കറോളം ഇനിയും കൊയ്യാൻ കിടക്കാണ്. ഏകദേശം ഒരു 40 ഏക്കറോളം വരുന്ന ഒരു പടവാണിത്. അവർ നെല്ല് ദുരിതത്തിലായിക്കൊണ്ടാണ് ഇന്നലത്തെ ആ വേനൽ മഴ ഇടശ്രദ്ധ പറ്റിയിരുന്നത്. അന്നമനട പഞ്ചായത്തിലെ മുണ്ടകൻ പാടശേഖരത്തിൽ 60 ടണ്ണോളം നെല്ലാണ് വെള്ളത്തിലായത്. കാച്ചാണി പാടശേഖരത്തിൽ 20 ടണ്ണോളം നെല്ല് പാടത്തുണ്ടായിരുന്നു. കർഷകർക്കുണ്ടായ നഷ്ടം പരിഹരിച്ചു നൽകാൻ കൃഷിവകുപ്പ് നടപടിയെടുക്കണമെന്ന് പാടശേഖരത്തിലെത്തിയ അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് PD ജോസ്, വാർഡ് മെമ്പർ KK ബിനേഷ് എന്നിവരും പാടശേഖരത്തിലെത്തിയിരുന്നു. TCV ന്യൂസ്, മാള. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ കൊടകര പഞ്ചായത്തിലെ നെൽകൃഷിക്ക് നാശം. കൊയ്ത്തിന് പാകമായ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങിയത്. മനക്കുളങ്ങര, അട്ടക്കുഴിപ്പാടം എന്നീ പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നിലത്തെ നെൽച്ചെടികളാണ് വെള്ളത്തിൽ വീണത്. മഴ തുടർന്നാൽ പാടശേഖരങ്ങളിലെ കൂടുതൽ വെള്ളക്കെട്ടുണ്ടാക്കുകയും വീണ് കിടക്കുന്ന നെൽച്ചെടികളിലെ കതിർമണികൾ മുളച്ച് നശിക്കാൻ ഇടയാവുകയും ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഇന്നലത്തെ മഴയിൽ എല്ലാവരും നെല്ലും ആകെ വീണമ്പി പോവാണ്. ഇനി അത് കൊയ്താൽ അതിന്റെ ഒരു 4 ഭാഗമാണ് നമുക്ക് കിട്ടാൻ പോണത്. അതിന്റെ മേലെ ഒന്നും കിട്ടാൻ പോണില്ല. വൈക്കോലും നശിക്കും, നെല്ലിന്റെ എന്തായാലും 3/4 ഭാഗം നശിച്ചു പോവാണ്. അപ്പൊ തന്നെ നോക്കുമ്പോ വലിയ ലാഭകരമല്ല ഇപ്പോഴത്തെ ഇതിലും കൃഷി. പാടത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ചെളിയിലിറങ്ങുന്ന തരത്തിലുള്ള യന്ത്രം എത്തിച്ച് കൊയ്ത്ത് നടത്തിയാൽ വൈക്കോൽ നഷ്ടപ്പെടുമെന്ന് കർഷകർ പറയുന്നു.
അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി വേനൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് കർഷക മനസ്സുകളിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ നിറയ്ക്കുകയാണ്. വിളഞ്ഞ നെല്ല് വെള്ളത്തിൽ വീണ പാടശേഖരങ്ങൾ കൊടകര കൃഷി ഓഫീസർ നയന താര സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി പാടശേഖരത്തിൽ ശനിയാഴ്ച കൊയ്ത്തു പൂർത്തിയായെങ്കിലും പാടത്ത് സൂക്ഷിച്ച വൈക്കോൽ നനഞ്ഞുപോയി. മഴ തുടർന്നാൽ ഈ വൈക്കോൽ നശിച്ചുപോകുമെന്ന ആശങ്കയിലാണ് ഇവിടത്തെ കർഷകർ. TCV ന്യൂസ് കൊടകര. മഴയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. കൂനമ്പറമ്പ് മൊതയിൽ വീട്ടിൽ ലീലയുടെ ഓടുമേഞ്ഞ വീട് ഭാഗികമായി തകർന്നു. ആർക്കും പരിക്കില്ല. ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. ഉത്രാളിക്കാവിൽ മിനി പൂരം അരങ്ങേറി. 3 ദേശങ്ങളും ചേർന്നുള്ള ഏകോപന സമിതിയാണ് മിനി പൂരം ഒരുക്കിയത്. വൈകിട്ട് പടിഞ്ഞാറേ ആൽത്തറയ്ക്ക് സമീപം തൃപ്പങ്ങോട് പരമേശ്വരൻ മാരാരുടെ പ്രമാണത്തിൽ പാണ്ടിമേളം അരങ്ങേറി. 100ഓളം വാദ്യകലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം 2 മണിക്കൂറോളം നാദവിസ്മയം തീർത്തു. സേവ്യർ ചിറ്റരപ്പള്ളി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വിവിധ ദേശകമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. പൂരത്തോടനുബന്ധിച്ച് എങ്കക്കാട് ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഉത്രാളിക്കാവ് പാടത്ത് നടന്നു. തോമസ് അങ്കമാലിയാണ് വെടിക്കെട്ട് ഒരുക്കുന്നത്. ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ചെറുഭരണി കൊടിയേറ്റം തിങ്കളാഴ്ച നടക്കും. പരമ്പരാഗത അവകാശികളായ മലയൻ തട്ടാൻ സമുദായത്തിലെ കാവിൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതോടെ ക്ഷേത്രാങ്കണത്തിൽ വേണാടൻ കൊടികൾ ഉയരും. ചെറുഭരണി കൊടിയേറ്റത്തിന് മുന്നോടിയായി വലിയ തമ്പുരാന്റെ അനുമതി വാങ്ങുന്ന ചടങ്ങ് നടന്നു. കാവിൽ വീട്ടിൽ ആനന്ദനും അനന്തരാവകാശി ശിവകുമാറും കോട്ട കോവിലകത്തെത്തി വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജയുടെ അനുഗ്രഹം തേടി. കാവിൽ വീട്ടിൽ പ്രതിനിധികൾക്ക് വലിയ തമ്പുരാൻ പരമ്പരാഗത ചിഹ്നമായ പവിഴമാലകൾ കൈമാറി. ഈ മാലയണിഞ്ഞാണ് ഇവർ ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കാനെത്തുക. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം മാനേജർ കെ വിനോദ്, CK ശേഖരൻ, ഉപദേശക സമിതി പ്രസിഡന്റ് KK ഭരതൻ, സെക്രട്ടറി B സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരെ കോൺഗ്രസ് ഭരണസമിതി രാഷ്ട്രീയ വൈരാഗ്യത്തിൽ പിരിച്ചുവിട്ടുവെന്നാരോപിച്ച് CPM മെമ്പർമാർ പ്രതിഷേധിച്ചു. പാലിയേറ്റീവ് വാഹനത്തിന്റെ ഡ്രൈവറെയും ഹോമിയോ ഫാർമസിസ്റ്റിനെയുമാണ് പിരിച്ചുവിട്ടത്. ട്രൈബ്യൂണലിൽ പോയി സ്റ്റേ വാങ്ങിയ പാലിയേറ്റീവ് ഡ്രൈവറെ ഭരണസമിതി തിരിച്ചെടുക്കുന്നില്ലെന്നും ഒരു യോഗ്യതയും ഇല്ലാത്ത ആളെയാണ് ഹോമിയോ ഫാർമസിസ്റ്റായി നിയമിച്ചതെന്നും CPM ആരോപിക്കുന്നു. നമ്മുടെ പാലിയേറ്റീവിന്റെ ഡ്രൈവറായ രാധാകൃഷ്ണേട്ടനെയും അവര് ഡെയിലി വേജായ രാധാകൃഷ്ണേട്ടനെയും അവർ പിരിച്ചുവിട്ടിരുന്നു. ആള് അത് സ്റ്റേ ഓർഡർ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചിട്ട് പോലും ആളെ തിരിച്ചെടുക്കാനുള്ള യാതൊരു നടപടികളും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അപ്പൊ തികച്ചും രാഷ്ട്രീയ പ്രേരിതവും ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് LDFന്റെ മെമ്പർമാർ ശക്തിയായി പ്രതിഷേധിക്കുകയാണ്.
വേലൂർ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് CPIM മെമ്പർമാർ ഉന്നയിക്കുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. CPIM ഭരണസമിതിയുടെ കാലത്ത് 23 താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. അതിൽ ജോലിയിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ 2 പേരെ മാത്രമാണ് പിരിച്ചുവിട്ടത്. ഹോമിയോ ഡോക്ടർ വീഴ്ച സംഭവിച്ചതായി സമ്മതിക്കുന്ന വീഡിയോ തെളിവുകൾ ഭരണസമിതിയുടെ പക്കലുണ്ടെന്നും സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. ഇവർ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണ്. വേലൂർ ഗ്രാമപഞ്ചായത്തില് 23 ഡെയിലി വേജസ് സ്റ്റാഫുകൾ കരാർ ജീവനക്കാരുമായിട്ടുണ്ട്. ഈ 23 പേരും ഇവിടുത്തെ കഴിഞ്ഞ ഭരണസമിതി, അതായത് CPMന്റെ ഭരണസമിതി വെച്ച ആളുകളാണ്. ഇതിൽ ആരെയും നമ്മൾ അകാരണമായിട്ട് മാറ്റിയിട്ടില്ല. ഇതിൽ ആകെ 2 പേരെയാണ് പഞ്ചായത്ത് ഇപ്പോൾ മാറ്റിയിട്ടുള്ളൂ. പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ വണ്ടി ഓടിച്ചിരുന്ന ആളെ മാറ്റാനുള്ള കാരണം പഞ്ചായത്തിന്റെ വണ്ടി ദുരുപയോഗം ചെയ്തത് കണ്ടിട്ടാണ് നമ്മൾ ആ ഡെയിലി വേജസിനായിട്ടുള്ള ആളെ മാറ്റിയത്. അന്തിക്കാട് മാങ്ങാട്ടുകര പ്രദേശങ്ങളിൽ നാടോടി സ്ത്രീകൾ സംഘടിതമായി മോഷണം നടത്തി. പുതുമനക്കര നൌഷാദിന്റെ വീട്ടിൽ നിന്ന് ചെമ്പുപാത്രങ്ങൾ, പുതുമനക്കര ഷംസുദ്ദീന്റെ വീട്ടിൽ നിന്ന് ഇരുമ്പ് സാമഗ്രികൾ എന്നിവ മോഷണം പോയി. സമീപ പ്രദേശത്തെ വീടുകളിലുള്ളവർ വിവരമറിഞ്ഞെത്തിയതോടെ നാടോടി സ്ത്രീകൾ വസ്ത്രം സ്വയം ഉരിഞ്ഞും കുപ്പിച്ചില്ലുകൊണ്ട് വയറിൽ കുത്താൻ ശ്രമിച്ചും പ്രദേശവാസികളെ അകറ്റി. മോഷ്ടിച്ചവരിൽ ചിലത് പറമ്പിൽ ഉപേക്ഷിച്ചുവെങ്കിലും ഭൂരിഭാഗം സാധനങ്ങളുമായാണ് ഇവർ ഓടിപ്പോയത്. ആധുനിക രീതിയിൽ നവീകരിച്ച ആല ഗോതുരുത്ത് റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ഗോതുരുത്ത് LP സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ ET ടൈസൺ MLA വിശിഷ്ടാതിഥിയായി. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറിയാട് ഇടവലവ SN തുടർന്ന് ഇനി കൊടുങ്ങല്ലൂർക്ക് പോയിട്ട് വട്ടം കറങ്ങി പുല്ലൂറ്റ്. ചാവക്കാട് വടക്കാഞ്ചേരി റോഡിലെ മരത്തങ്കോട് മുതൽ പന്നിത്തടം വരെയുള്ള ഭാഗം നവീകരിച്ചതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ അധ്യക്ഷനായി. സംസ്ഥാന സർക്കാരിന്റെ ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി 3,04,80,000 ചെലവഴിച്ചാണ് 2 കിലോമീറ്റർ ദൂരം റോഡ് നവീകരിച്ചത്. മരത്തങ്കോട് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ UV ഗിരീഷ്, PA ഉണ്ണികൃഷ്ണൻ, മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്ര പരിസരത്ത് കുരങ്ങ് ശല്യം രൂക്ഷം. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടിയ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരന് വീണ് പരിക്കേറ്റു. കുംഭഭരണി ആഘോഷത്തിന്റെ ഭാഗമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ആളുകൾക്ക് നേരെ കുരങ്ങ് ചാടി വരുന്നത് കണ്ട് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുരങ്ങനെ പിടികൂടാനായില്ല. 1 മാസത്തിലേറെയായി നന്ദിക്കര കുറുമാലി പ്രദേശത്ത് കുരങ്ങ് ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. മലയാറ്റൂർ കുരിശുമുടി തീർത്ഥാടനത്തിന് തുടക്കമായി. മലയാറ്റൂർ മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ രാവിലെ മല കയറി അടിവാരത്ത് തോമസ് ലേഹിയുടെ രൂപത്തിന് മുന്നിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ഫാദർ ജോസ് ഓയിലക്കാട്ട് കാർമ്മികത്വം വഹിച്ചു. വേനൽ ചൂടേറ്റ് വരണ്ടുണങ്ങിയ മലയോര ഗ്രാമങ്ങൾക്ക് ആശ്വാസം പകർന്ന് മറ്റത്തൂർ കനാലിൽ വെള്ളമെത്തി. ഞായറാഴ്ച രാവിലെയാണ് ഇറിഗേഷൻ അധികൃതർ കനാലിൽ വെള്ളം തുറന്നുവിട്ടത്. കുംഭച്ചൂട് വർദ്ധിക്കുകയും ദിവസങ്ങളോളം കനാലിൽ വെള്ളമില്ലാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് മറ്റത്തൂരിലെ മലയോര മേഖലയിൽ കിണറുകളും കുളങ്ങളും വറ്റിവരണ്ട് ജലക്ഷാമം രൂക്ഷമായത് സംബന്ധിച്ച് 2 ദിവസം മുൻപ് TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. നെല്ല് വിളഞ്ഞ് കൊയ്ത്തിന് പാകമായ പാടങ്ങളിൽ വേനൽമഴ കർഷകർക്ക് ദുരിതമാവുകയും ചെയ്തു. എയ്യാൽ മുച്ചിക്കൽ ഉപ്പാപ്പ മഖാം പള്ളിയിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. മഖാമിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരവും ഉള്ളിലുള്ള ഭണ്ഡാരവുമാണ് കുത്തിപ്പൊളിച്ചിട്ടുള്ളത്. മഖാമിന്റെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയത്. ഭണ്ഡാരം പുറത്തെടുത്ത് കുത്തിത്തുറന്ന് മഖാമിന് മുന്നിലുള്ള കിണറ്റിലിട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഉറൂസിന് ഭണ്ഡാരം തുറന്ന് പണമെടുത്തിരുന്നു. 5000 രൂപയിലധികം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ചാവക്കാട് എടക്കടിയൂരിൽ കാറ്റിൽ മരംവീണ് വൈദ്യുതിക്കാലുകൾ നിലംപൊത്തി. തെക്കേ മദ്രസയ്ക്ക് സമീപം കാരക്കാട്ട് മൊയ്തുണ്ണിയുടെ വീട്ടുവളപ്പിലെ മാവ് നിലംപതിച്ചു. മാവ് വീണതോടെ 3 വൈദ്യുതിക്കാലുകൾ നിലംപൊത്തിയിട്ടുണ്ട്. ഈ സമയം വഴിയിൽ ആരും ഇല്ലാത്തതിനാൽ അപകടമൊഴിവായി. പ്രദേശത്ത് വൈദ്യുതി ബന്ധം താറുമാറായി.
വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും വേദപാഠശാലകൾക്കുമായി ഗുരുവായൂർ ദേവസ്വം നൽകിവരുന്ന ധനസഹായം 10 കോടിയിൽ നിന്ന് 20 കോടിയായി ഉയർത്തണമെന്ന് മന്ത്രി വി.എൻ. വാസവൻ ഗുരുവായൂർ ദേവസ്വം പൂന്താന ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനവും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേവസ്വത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി കമ്മീഷണറുടെ അനുമതിയില്ലാതെ ഭരണസമിതിക്ക് ചെലവഴിക്കുവാനുള്ള തുക 50,000 രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കി ഉയർത്തി. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്ക് ഓണറേറിയം നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് L&T കമ്പനിയുമായി ധാരണയായിട്ടുണ്ട്. ക്യൂ കോംപ്ലക്സ് പൂർത്തിയാകുന്നതുവരെ ക്ഷേത്ര ദർശനം വേഗത്തിലാക്കുവാൻ ഫേസ് അപ്പ് സംവിധാനം നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം പ്രൊഫസർ വി. മധുസൂദനൻ നായർക്കും വൈക്കം രാമചന്ദ്രനും മന്ത്രി സമ്മാനിച്ചു. പൂന്താനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.K. വിജയൻ അധ്യക്ഷത വഹിച്ചു. N.K. അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരപ്പന് വഴിപാടായി അത്യാധുനിക ഇഡലി മെഷീൻ. മണിക്കൂറിൽ 5000 ഇഡലി തയ്യാറാക്കാവുന്ന നവീന ഇഡലി മെഷീനാണ് വഴിപാടായി ലഭിച്ചത്. കാനഡയിൽ ഹോട്ടൽ വ്യവസായിയായ ബാലസുബ്രഹ്മണ്യമാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. മന്ത്രി വി.എൻ. വാസവൻ മെഷീൻ ഭക്തർക്കായി സമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.K. വിജയൻ അധ്യക്ഷത വഹിച്ചു. വെള്ളക്കെട്ട് പ്രശ്നവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ പൊതുപ്രവർത്തകനോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ അന്തിക്കാട് SI അഫ്സലിനെ താക്കീത് ചെയ്ത് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി. പോലീസ് സേനയ്ക്ക് പേരുദോഷമുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ ഇനി ഉണ്ടാകരുതെന്നും പൊതുജനങ്ങളോട് ഇടപെടുമ്പോൾ മാന്യമായി പെരുമാറണമെന്നുമുള്ള കർശന നിർദ്ദേശമാണ് SIക്ക് നൽകിയത്. CPM അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV രാജേഷ് വാർഡിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതിയിൽ എതിർകക്ഷിയുടെ ഫോൺ നമ്പർ വയ്ക്കാൻ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുകയും വിഷയത്തിൽ ഇടപെട്ട SI അഫ്സൽ അപമര്യാദ പെരുമാറുകയുമായിരുന്നുവെന്നാണ് രാജേഷ് റൂറൽ SPക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നത്. തിരൂർ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലെ വേല ആഘോഷിച്ചു. കോലടി ദേശത്തിന്റെ നേതൃത്വത്തിലായിരുന്നു വേല ആഘോഷം. പൂണി ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ 7 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ തടമ്പേറ്റി, പല്ലാവൂർ ശ്രീധരൻ മാരാർ പഞ്ചവാദ്യത്തിനും കേളത്ത് സുന്ദരൻ മാരാർ മേളത്തിനും പ്രാമാണിത്വം വഹിച്ചു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായി സഹസ്ര കലശത്തോടെയുള്ള ദ്രവ്യകലശത്തിന് ആചാര്യവരണത്തോടെ തുടക്കമായി. ക്ഷേത്രം തന്ത്രിമാരായ പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, പുലിയന്നൂർ ജയന്തൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കലശ ചടങ്ങുകൾ. വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് തുടക്കമായി. ദേശക്കുതിരയുടെ എഴുന്നള്ളിപ്പോടെയാണ് വേലയ്ക്ക് തുടക്കമായത്. 5 കുതിരകളാണ് അശ്വതിവേലയിൽ ക്ഷേത്രത്തിലെത്തിയത്. ദേശക്കുതിര കാവ് കയറിയതോടെ മറ്റു കുതിരകളും ക്ഷേത്രത്തിലെത്തി. ഭരണിവേലിയിൽ ദേശക്കുതിരകളും ആഘോഷ കമ്മിറ്റി കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തും.
പാടൂരിൽ ഉത്സവത്തിന് എഴുന്നള്ളിച്ച ആനയുടെ കാൽച്ചുവട്ടിലിരുന്ന് നോമ്പ് തുറക്കുന്ന ആനപ്പാപ്പാന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. വെങ്കിടങ്ങ് പാടൂർ പുതുക്കാവ് ക്ഷേത്രോത്സവത്തിന് എഴുന്നള്ളിച്ച അക്കരമേൽ ശേഖരൻ എന്ന ആനയുടെ ഉടമയും ഒന്നാം പാപ്പാനുമായ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി സൈനുദ്ദീനാണ് ആനയുടെ കാൽച്ചൂട്ടിലിരുന്ന് നോമ്പ് തുറന്നത്. ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ കരുതലും സ്നേഹവുമായിരുന്നു ആ മുസ്ലിം സഹോദരന്റെ നോമ്പ് തുറയ്ക്ക് പിന്നിൽ. പാടൂർ ഗ്രാമിക എന്ന ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടിയാണ് സൈനുദ്ദീൻ ആനയുമായി എഴുന്നള്ളിപ്പിനെത്തിയത്. ക്ഷേത്ര കമ്മിറ്റിക്കാർ വൈകിട്ട് 6:28 നോമ്പ് തുറക്കുന്ന സമയം നോക്കി ഭക്ഷണവും വെള്ളവും എത്തിച്ചത് സൈനുദ്ദീൻ അത്ഭുതമായി. രാത്രി കൂട്ടി എഴുന്നള്ളിപ്പും കഴിഞ്ഞ് കമ്മിറ്റിക്കാരുടെ പ്രത്യേകം നന്ദിയും പറഞ്ഞാണ് സൈനുദ്ദീനും ഒപ്പമുള്ളവരും മടങ്ങിയത്. TCV ന്യൂസ്, പാവറട്ടി. കുന്നോളം നിയോജക മണ്ഡലത്തിൽ BMBC നിലവാരത്തിൽ നിർമ്മിച്ച നെല്ലുവായി തിച്ചൂർ ഇട്ടോണം റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ അധ്യക്ഷനായി. നെല്ലുവായിൽ സംഘടിപ്പിച്ച പൊതുചടങ്ങിൽ AC മൊയ്തീൻ MLA ഫലകം അനാച്ഛാദനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയിൽ അന്തിക്കാട് കാഞ്ഞാണി PWD റോഡിൽ വെള്ളക്കെട്ട്. അന്തിക്കാട് ഹൈസ്കൂൾ, KGM LP സ്കൂൾ എന്നിവയുടെ മതിലിനോട് ചേർന്നാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വെള്ളം കെട്ടിനിൽക്കുന്ന ഭാഗത്ത് റോഡ് തകർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. വേനൽ മഴയിൽ തോട്ടപ്പടി, തെക്കേ അഞ്ചേരി, ക്രിസ്റ്റഫർ നഗറിലെ വീടുകളിൽ വെള്ളം കയറി. പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ തെക്ക് ഭാഗത്ത് കാന നിർമ്മിക്കാത്തത് മൂലമാണ് വെള്ളം കയറിയത്. റോഡ് പണി നടക്കുന്ന സമയത്ത് നിരവധി തവണ നാട്ടുകാർ ഈ വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ അധികൃതർ ചെവികൊണ്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്ന് ഡിവിഷൻ കൌൺസിലർ പ്രവീൺ ലാൽ അറിയിച്ചു. മണലൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് കേരള വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞാണി യൂണിറ്റ് സ്വീകരണം നൽകി. സമിതി മണലൂർ ഏരിയ സെക്രട്ടറി KL ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PD ജയശങ്കർ അധ്യക്ഷനായി. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, KV ഡേവിസ്, CB സുധർമ്മൻ എന്നിവർ സംസാരിച്ചു. ഇലവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ഇലവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആഷിഖ് വലിയകത്ത്, TN ലെനിൻ, KC ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനല്ലൂർ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കലാ സജീവൻ, ഡോക്ടർ ടിനോ ഗ്രേസ് തോമസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, ഡോക്ടർ സോണി TL, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ മാളവിക TS, അമൃത സജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദൂർ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ ആദൂർ പ്രവാസി കൂട്ടായ്മ അബുദാബി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീരകക്കഞ്ഞി വിതരണം ആരംഭിച്ചു. മഹല്ല് സെക്രട്ടറി MP റഫീഖ് തങ്ങൾക്ക് ജീരകക്കഞ്ഞി നൽകി. മഹല്ല് ഖത്തീബ് ഇബ്രാഹിം ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു. അബുദാബി കമ്മിറ്റി ഭാരവാഹികളായ KA മുഹമ്മദ് കുട്ടി, KA അഷ്റഫ്, RH മനാഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ 1977-80 ബാച്ച് B ഡിവിഷൻ സഹപാഠി സംഗമം നടന്നു. നഗരസഭ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് EP സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ, B ഭരതരാജൻ, N രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ ഈസ്റ്റ് ബ്ലോക്ക് വാർഷിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് TN വിജയദേവി അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ, ബ്ലോക്ക് സെക്രട്ടറി A അറുമുഖൻ, ട്രഷറർ MS ശങ്കരനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golden Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിർമ്മാണത്തിലിരുന്ന കുത്താമ്പുള്ളി കുണ്ടാഴി പാലത്തിന്റെ ഡ്രെയിനേജ് സ്ലാബുകൾ തകർന്നു. കോൺക്രീറ്റ് സ്ലാബുകൾക്കുള്ളിൽ കമ്പികളില്ല. നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയെന്ന് BJP. കുന്നംകുളം തൃശൂർ റോഡിൽ നടപ്പാത കയ്യേറിയ നിലയിൽ, പരാതിപ്പെട്ടിട്ടും നഗരസഭാ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. ചെറുതുരുത്തി മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. നായ്ക്കളുടെ ആക്രമണത്തിൽ ഇരുചക്രവാഹന യാത്രികർ അകപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. മണലൂർ പാലാടിയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം തുറന്നെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല. കുടിവെള്ളം പോലും ലഭ്യമല്ലെന്ന് പരാതി. കരുവന്നൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ CPM-ന് സമ്പൂർണ്ണ ജയം. ഭരണസമിതിയിലേക്കുള്ള 13 സീറ്റുകളിലും വിജയിച്ചത് CPM പ്രതിനിധികൾ. വേട്ടയാടലുകൾക്കും നുണപ്രചരണത്തിനുമെതിരെ സഹകാരികൾ നൽകിയ ചുട്ട മറുപടിയാണ് വിജയമെന്ന് CPM. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.